ഹായ് ഹലോ നമസ്കാരം. റൂട്ട് കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ലുലു കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു സമയങ്ങളിലെല്ലാം പറഞ്ഞിരുന്നു, കോട്ടയത്തെ ആ തിരക്ക് കണ്ടുകൊണ്ട് പറഞ്ഞിരുന്നു, ലുലു ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു തിരക്ക് മാത്രമാണ് ആ സമയങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇതൊരു മാസത്തിൽ കൂടുതലൊന്നും പോകില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ലുലു ഓപ്പൺ ചെയ്ത് ഒരു മാസം കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ലുലുവിൽ എങ്ങനെയാണ് കോട്ടയം ജനത നമ്മുടെ ലുലുവിനെ ഏറ്റെടുത്തിട്ടുണ്ടോ അതോ കൈയൊഴിഞ്ഞോ എല്ലാം നമുക്കൊന്ന് കാണണം, തിരക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഉച്ച സമയത്താണ്. ഇന്ന് വർക്കിംഗ് ടൈമാണ്, അതുപോലെ തന്നെ സ്കൂൾ ദിവസമാണ്, കോളേജ് ടൈമുണ്ട്, ഇതെല്ലാം ആണ്. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ലുലുവിൽ തിരക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ നോക്കണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ തിരക്കുണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമ്മുടെ ലുലുവിൽ തിരക്കുണ്ടോ അല്ലെങ്കിൽ ആളുകളുണ്ടോ കൈയൊഴിഞ്ഞോ ഒക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ലുലുവിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ലുലുവിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ഏരിയ ഫുള്ള് കവർ ചെയ്ത് ഫുള്ള്. ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്പേസിൽ ഇനിയിപ്പോൾ എല്ലാം മേളിലോട്ടൊക്കെ ആയിരിക്കാം പോകുന്നത്. ഇവിടെ എല്ലാം പാർക്കിംഗ് ഫുള്ളായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അകത്ത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലുലുവിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. പക്ഷേ നമ്മുടെ പാർക്കിങ്ങിലുള്ളതുപോലൊരു തിരക്കൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നിട്ട് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറാം. മാക്ഡൊണാൾഡ്സിലൊക്കെ എനിക്ക് തോന്നുന്നു തുറന്നിട്ട് ഒത്തിരി നേരം ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പം വലിയ തിരക്കില്ല, കുറച്ച് തിരക്കുണ്ട്. അതുകൊണ്ട് KFCയിലും കുറച്ച് തിരക്കുകൾ മാത്രമേ ഉള്ളൂ. വലിയൊരു ക്രൗഡ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മേളിലോട്ടൊക്കെ തിരക്കുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്കിനി ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി കഴിയുമ്പോഴുള്ളൂ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തുമാത്രം ആൾക്കാരുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഫുഡ് കോർട്ടൊക്കെ നല്ല തിരക്കാവുമായിരിക്കാം. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഫുൾ ഏരിയ അല്ല, കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഏരിയയിലൊക്കെ ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറാം. ഏകദേശം എല്ലാ സാധനത്തിനും ഒരു 50% ഓഫർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റേറ്റുകൾ നോക്കാം. നമുക്ക് എല്ലാത്തിൻ്റെയും ഒന്നും റേറ്റുകൾ നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമേ കാണുന്നത് നമുക്ക് ഇവിടുത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വരുന്നത് 70, കോക്കനട്ടിൻ്റെ വരുന്നതും 90 രൂപ. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് ഐറ്റംസ് ഒക്കെയാണ്. അത് ന്യൂട്രലയുടെ വരുന്നത് 319 രൂപയാണ്. അത് 399 രൂപയുടെ സാധനം 319 രൂപ. അതേപോലെ തന്നെ പാർലയുടെ 269 രൂപ. യൂണിബുക്കിന് 100 രൂപയൊക്കെയുള്ളൂ വരുന്നുള്ളൂ. പിന്നെ വരുന്നത് ആട്ട 215 രൂപയാണ് വരുന്നത്. പിന്നെ ഈ സൈഡൊക്കെ വരുന്നത് വിവലിൻ്റെ അതേപോലെ സന്തൂറൊക്കെ സോപ്പുകളാണ് ബണ്ടിലായിട്ടുള്ള 50% ഓഫറാണ്. പിന്നെ ഡബിൾ ഹോൾസിൻ്റെ വെള്ള അരിപ്പൊടി 289, അതുപോലെ 289 രൂപ. പിയാമ 370 രൂപയാണ്. വിവല് വരുന്നത് 135. പിന്നെ നമ്പൂതിരീസ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് 290. നിർമ്മൽ JRIs വരുന്നത് 263. പെരിയാർ 309 ആണ്. പിന്നെ ഷാമ്പു ഐറ്റംസ് ഒക്കെ 380, 449, 50% ഓഫറിലാണ് വന്നിരിക്കുന്നത്. വിലയാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിൻ്റെ ഇതൊക്കെ വരുന്നത് 175 രൂപ. എല്ലാം 50% ഓഫറാണ് വരുന്നത്. ലൈഫ് ബോയ് വരുന്നത് 50% ഓഫറുള്ള റേറ്റാണ് ഞാൻ പറയുന്നത്, 324. പിന്നെ ഡൗവിൻ്റെ അതേപോലെ തന്നെ 424. യാർഡ്ലി വരുന്നത് ബൈ 2 get 1 ഫ്രീ ആണ്, 159 രൂപ. പിന്നെ സോഫ്റ്റ് സെൻസ് വരുന്നത് 249. പിയേഴ്സ് 178. ഇതിനകത്തിപ്പം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് സെയിം റേറ്റിൽ നിന്ന് ഒരു രൂപ 2 രൂപയൊക്കെ വ്യത്യാസമായിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് ഈ ഷാമ്പൂൻസിനൊക്കെ 799 രൂപയുടെ സാധനത്തിന് 629 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കി എടുത്താൽ മതി. ചിലതിനൊക്കെ ഓഫർ റേറ്റ് ഉണ്ട്, ചിലതിനൊക്കെ 1 രൂപ 2 രൂപയ്ക്ക് വ്യത്യാസങ്ങളേ ഉള്ളൂ കാണത്തുള്ളൂ. പാരച്യൂട്ടിൻ്റെ ഹെയർ ഓയിൽ വരുന്നത് 204 രൂപയാണ്. ബോഡി സ്പ്രേകളൊക്കെ വരുന്നത് 275 രൂപയുടെ 199 രൂപയാണ് വരുന്നത് ഫോഗിൻ്റെ. പിന്നെ എൻഹാൻസറിൻ്റെ വരുന്നത് 149 രൂപയാണ്. ബൈ 3 get 1 ഫ്രീ ആണ് വരുന്നത്. പിന്നെ ഇതൊക്കെ വരുന്നത് 120 രൂപയുടെ 80 രൂപ. അതേപോലെ തന്നെ 230 രൂപയുടെ 140 രൂപ. അങ്ങനെയുള്ള ലെക്സ് ഡ്രോപ്സിൻ്റെ ബോഡി വാഷ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ യാർഡ്ലിയുടെ പൗഡറും കാര്യങ്ങളൊക്കെയാണ് 225 രൂപ. 25 രൂപയൊക്കെ കുറവാണ്. ഈ സൈഡിൽ വരുന്നത് ഇങ്ങനെ വലിയ ഓഫറല്ല. നമുക്ക് 1 രൂപ MRP യെക്കാളും 1 രൂപ 2 രൂപയൊക്കെ കുറവായിട്ടുള്ള കാര്യങ്ങളാണ്
ഇവിടെ വന്നിരിക്കുന്നതൊക്കെ. പിന്നെ ലേഡീസിൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ആർട്ട്ലി റോൾ ഓൺ ഇതൊക്കെ വരുമ്പോൾ 183 രൂപയാണ്. 249 രൂപയുടെ സാധനത്തിന് 183, അതുപോലെ 199 രൂപയ്ക്കാണ്. മെൻസിൻ്റെ ഈ ഒരു സെക്ഷനിൽ വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല. അതിപ്പം ഇതിനേക്കാളും ഒരു 1 രൂപ 2 രൂപയൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ 220 രൂപയുടെ പോൺസ് മെൻ്റെ ഫേസ് വാഷിനൊക്കെ വരുന്നത് 275 രൂപയുടെ 220 രൂപ വരുന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ വരുന്നത് 120 രൂപയുടെ സ്ഥാനത്ത് 119 രൂപയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ലുലുവിൻ്റെ തന്നെ എലൈറ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. അത് 1250 രൂപയുടെ അതിന് 375 രൂപ. അതുപോലെ തന്നെ സ്പിൻ മോപ്പിന് 459 രൂപയാണ്. അങ്ങനെ ഇവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നോൾട്ടയുടെ ഒക്കെ വരുന്നതിന് കുറേ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 4300-ന് 1749 രൂപ, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇംപെക്സിന് 4500 രൂപയുടെ 2149 അലുമിനിയം പ്രഷർ കുക്കർ കോംബോ ഒക്കെയാണ് വരുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് കുക്ക് വെയർ 1049 രൂപ. അങ്ങനെ നോക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ സമയങ്ങൾ ഇങ്ങനെ പോകും. നമ്മൾ ഓടിച്ചിങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് റേറ്റുകൾ വരുന്നത്. ചിക്കുവിന് 180 രൂപ, എഗ് ഫ്രൂട്ടിന് 189 രൂപ, ബഡ് ഫ്രൂട്ട് 79 രൂപ, അതേപോലെ തന്നെ പൊമേലോ 89 രൂപ, ലെമൺ ബിഗ് 129 രൂപ, അതുപോലെ തന്നെ ഓറഞ്ച് സൗത്ത് ആഫ്രിക്ക 169 രൂപ. സൗത്ത് ആഫ്രിക്കൻ ഓറഞ്ചാണ് കേട്ടോ, 169 രൂപയാണ്. പിന്നെ നമ്മുടെ ആപ്പിള്, നമ്മുടെ അല്ല, ഇറ്റലി വരുന്നുള്ള ആപ്പിളാണ് കാണിച്ചിരിക്കുന്നത്. 259 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അവക്കാഡോ, അതുപോലെ തന്നെ ആപ്പിള്, ആ സെക്ഷനൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ കിവി, അതിനകത്ത് മാതള നാരങ്ങ 259 രൂപ, പിയേഴ്സ് ഷാൻഡോങ് 279 രൂപ, ടാൻസാനിയ അവക്കാഡോ ഒക്കെ വരുന്നത് 499 രൂപ, ആപ്പിൾ ഫ്രാൻസ് 229 രൂപ, കിവി വരുന്നത് 479 രൂപ. നമ്മുടെ ഇന്ത്യൻ അതുപോലെ നമ്മുടെ ഇന്ത്യൻ മാംഗോ സിന്ദൂര 239 രൂപ വരുന്നത്. ഞാൻ എല്ലാം ഇങ്ങനെ പറയുന്നില്ല, അതിന് പകരം ഞാൻ ഇങ്ങനെ കാണിക്കാം കേട്ടോ. കാരണം അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി നേരം എടുക്കും. അതേപോലെ തന്നെ കിനു ഓറഞ്ച് 99 രൂപയുടെ സ്ഥാനത്ത് 74 രൂപയുള്ളൂ കേട്ടോ. അവിടെ തേങ്ങയ്ക്ക് 37 രൂപ കേട്ടോ ഒരെണ്ണത്തിന്. അതുപോലെ തന്നെ സവോള 5 കിലോയുടെ ഉണ്ട് 225 രൂപ. അതേപോലെ തന്നെ 2.5 കിലോ ഉണ്ട് 112 രൂപ. പിന്നെ നമ്മുടെ ഗാർലിക് 1/2 കിലോ 177 രൂപ. അതേപോലെ തന്നെ പാക്കിംഗ് അല്ലാത്തതുണ്ട്, ലൂസായിട്ടുള്ളതുണ്ട്. സവോള 44 രൂപ. കിലോയ്ക്ക് 359 രൂപയാണ് വെളുത്തുള്ളി ലൂസായിട്ടുള്ളതിന്. ഇവിടെ നോക്കിയാലും തിരക്കുണ്ട് കേട്ടോ. ഈ ഒരു സമയമാണ്, ഞങ്ങൾ ഉച്ച സമയത്താണ് വന്നിരിക്കുന്നതെങ്കിലും എല്ലായിടത്തും തിരക്കുകളൊക്കെ ഉണ്ട്. വെള്ളരിക്ക വന്നിട്ട് 18 രൂപയാണ് കിലോയ്ക്ക്. തക്കാളി കിലോയ്ക്ക് 33. അതേപോലെ തന്നെ വഴുതനങ്ങ 69. കത്രിക്ക വന്നിട്ട് 84. കിലോയ്ക്ക് 18 രൂപ. കറിക്ക വന്നിട്ട് 49. നേന്ത്രക്കായ വന്നിട്ട് 89 ഇട്ടിരിക്കുന്നത്. ഡ്രം സ്റ്റിക്ക് മുരിങ്ങിക്ക് ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ കണ്ടുള്ളത്. ഫ്രഷായിട്ട് തോന്നിയില്ല. അതിന് 199 രൂപയാണ്. കോവയ്ക്കൊക്കെ വരുന്നത് 54 രൂപയാണ് കേട്ടോ. വെണ്ടയ്ക്ക് 59 രൂപ. ഗ്രീൻ പീസ് 349 രൂപ. ക്യാപ്സിക്കം ചുമന്നതിനും മഞ്ഞയ്ക്കൊക്കെ 319 രൂപ. പച്ചയ്ക്ക് വന്നിട്ട് 99 രൂപ. അങ്ങനെയാണ്. ചില്ലി 74 രൂപ. ബേക്കറി ഐറ്റംസിൻ്റെ അവിടെയൊക്കെ നല്ലപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ്, അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ.
പിന്നെ നമ്മുടെ ബില്ലിംഗ് സെക്ഷനിൽ ഈ ഒരു സമയം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, വലിയ തിരക്കൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ ഫോറിനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, ഈ സമയത്തും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങാം, നമുക്ക് മേളിലോട്ട് കയറാം. ഞങ്ങളിപ്പം ഉച്ചയ്ക്ക് 12:40 സമയം. അപ്പോൾ നമുക്കിനി നേരെ കയറാനുള്ളത് ഫാഷൻ സ്റ്റോറിലോട്ടാണ് കയറുന്നത്. ഫാഷൻ സ്റ്റോറിലോട്ടും ഈ ഒരു സമയത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഐ എക്സ്പ്രസിൻ്റെ അവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. പിന്നെ ലേഡീസ് ബാഗിൻ്റെ അവിടെ 30% ഓഫർ, 50% ഓഫർ, ബൈ 1 get 1 20% ഓഫർ, അങ്ങനെ പലതുണ്ട്. പിന്നെ ബാഗിന് 1399 രൂപയാണ്, 699 ഉള്ളൂ. ബൈ 1 get 1 20 ഒക്കെയാണ്, ബൈ 1 get 20%. പിന്നെ 199 രൂപ, 299 രൂപയുടെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ചിലതിനൊക്കെ ഓഫറുകളുണ്ട്, നമ്മൾ നോക്കിയെടുക്കാന്നുള്ളതാണ്. ₹499 സാധനത്തിന് 200 രൂപ സംതിങ് ഒക്കെയാണ് വരുന്നത്. ഇതിനൊക്കെ 50% ഓഫറാണ് വരുന്നത്. ₹699, 499, 799, 599, 899, 699, അങ്ങനെയൊക്കെയാണ് റേറ്റുകൾ വരുന്നത്. ഇതുകൊണ്ട് 20% ഓഫറാണ് ഈ കാണുന്ന കാര്യങ്ങൾക്കൊക്കെ. ഹൈപ്പർ മാർക്കറ്റിലെ പോലെ തന്നെ കുറച്ച് സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ലുലു ഫാഷനിലും കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതിന് 50%, ചിലതിന് 20%, ചിലതിന് 30% ഒക്കെ. കണക്റ്റിലോട്ടാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്, ലുലു കണക്റ്റിലോട്ട്. ചില സാധനങ്ങൾക്ക് ഇവിടെയും ഓഫറുകളുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടൊന്നുമില്ല. അത്യാവശ്യം എല്ലായിടത്തും തിരക്കുമുണ്ട്. വലിയൊരു ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും വലിയൊരു കൂട്ടായിട്ടല്ല, എന്നാലും ആവശ്യങ്ങൾക്കുള്ള ആൾക്കാരെല്ലാം ഈ സമയത്തും വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് കോർട്ടിലോട്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് കറക്റ്റ് സമയം നട്ടുച്ച സമയമായി. ഫുഡ് കോർട്ടിലോട്ട് വന്നപ്പോൾ അത്യാവശ്യം തിരക്കുകളൊക്കെ ഇവിടെയുണ്ട്. കോളേജ് പിള്ളേരുകളുണ്ട്, ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുഡ് കോർട്ടൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഫണ്ടൂറയിലോട്ട് വന്നപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റുകളും ഇവിടെ കുറച്ച് പേരൊക്കെ കളിക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നും കണ്ടില്ല. ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടാകുമായിരിക്കാം. ഇപ്പം പിള്ളേരൊക്കെ പഠിക്കാൻ പോയിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും ഈ സമയത്ത് തിരക്കൊന്നും ഫണ്ടൂരയിലില്ലാത്തത്. മേളയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് താഴെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. പക്ഷേ ഓരോരുത്തരും ഓരോ സെക്ഷനിലൊക്കെ പോയിരിക്കുകയാണ്. എന്തായാലും ഫുഡ് കോർട്ടിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ മേളിൽ നോക്കിയപ്പോൾ ഒരു വിജനമായി കണ്ട പോലെയല്ല, താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് തിരക്കുകളൊക്കെ കാണുന്നുണ്ട്. പലരും പല സ്ഥലങ്ങളിലായിട്ടൊക്കെ പോയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നതും കയറുന്നതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ലുലു ഓപ്പൺ ചെയ്ത് 1 മാസം കഴിഞ്ഞതിന് ശേഷം ലുലുവിൽ വന്ന് നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയ എല്ലാം ഫുള്ളായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർ പറയുന്ന പോലെ ആദ്യത്തെ ഒരു തിരക്ക് മാത്രമൊന്നും അല്ല. നല്ല സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയായാലും നല്ല രീതിയിൽ തന്നെ ആൾക്കാർ വരും, സാധനങ്ങൾ മേടിക്കും. വിജയിപ്പിക്കാനുള്ള മനസ്സൊക്കെ നമ്മുടെ കോട്ടയംകാർക്കുണ്ട്. സാധാരണ ആൾക്കാർ പറയും കോട്ടയംകാർ അങ്ങനെ സാധനങ്ങൾ മേടിക്കില്ല. കോട്ടയംകാരെ സംബന്ധിച്ച് കോട്ടയംകാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല സാധനം എവിടെ കിട്ടിയാലും നല്ല വില കൊടുത്ത് നമ്മൾ സാധനങ്ങൾ മേടിക്കും. അല്ലാതെ നമ്മൾ വലിച്ചു വാരി സാധനങ്ങളൊന്നും മേടിക്കില്ല. നല്ലതാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിരിക്കും. അപ്പം നല്ല സാധനമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മളതിനെ വിജയിപ്പിച്ചിരിക്കും. അല്ല എങ്കിൽ ചില സ്ഥലങ്ങളിൽ ഈച്ചയായിട്ടിരിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ ഈച്ചയായിട്ടിരിക്കേണ്ടി വരും. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് അടുത്തു നിന്നൊക്കെ മേടിക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ മേടിക്കുക. അതേപോലെ തന്നെ ലുലുവിൽ ഇടയ്ക്കൊക്കെ വരേണ്ടവർക്ക് ഇടയ്ക്കൊക്കെ വരിക. അപ്പോൾ നമ്മൾ ലുലു പോലെയുള്ള സ്ഥാപനങ്ങളെയും വിജയിപ്പിക്കും, അതേപോലെ തന്നെ ചെറുകിട സ്ഥാപനങ്ങളെയും നമ്മളും വിജയിപ്പിക്കണം. അപ്പോൾ എന്തായാലും എവിടെ നിന്ന് സാധനം മേടിച്ചാലും നമ്മളെ സംബന്ധിച്ചൊരു കസ്റ്റമറിനെ സംബന്ധിച്ച് നല്ല സാധനം കിട്ടുക എന്നുള്ളതാണ്. അത് വലിയ സ്ഥാപനത്തിൽ നിന്നായാലും ചെറിയ സ്ഥാപനത്തിൽ നിന്നായാലും നല്ല സാധനങ്ങൾ കൊടുക്കുന്ന വിലയ്ക്കനുസരിച്ചുള്ള നല്ല സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കട്ടെ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ കച്ചവടങ്ങളും നല്ല രീതിയിൽ വളർന്നു വരട്ടെ.
അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ വീഡിയോകളും പുതിയ യാത്രകളുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.